ഇപ്പൊ പൗലോസിലെ പറയാണ്, എനിക്കിങ്ങനെ അഭിമാനിക്കാൻ ഒത്തിരി ഉണ്ട്. ഈ ഫിലിപ്പി 3 പറയുന്നുണ്ടല്ലോ, എല്ലാം ഉണ്ട്, പക്ഷെ എനിക്കിപ്പോൾ ഒരു വില കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിന്റെ ട്രൂ മീനിങ്, എൻ്റെ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം പിടികിട്ടി. അതൊരു തിരിച്ചറിവുകൊണ്ടാണ്. മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ എന്നെ തിരഞ്ഞെടുത്ത ഒരാൾ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു? 16-ാമത്തെ വാക്കിങ്ങനെയാണ്, അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഈശോയ്ക്ക് പൗലോസ്ലിഹായ്ക്ക് ഈ ഒരു ജനനം, ഈ ഒരു ജന്മത്തിന്റെ ഉദ്ദേശം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങൾ നീ ഒത്തിരി ആളുകളോട് പോയി പറയാനുണ്ട്. അതിനുവേണ്ടിയാണ് നീ ജനിച്ചിരിക്കുന്നത് തന്നെ എന്ന് പൗലോസ്ലിഹായോട് ഈശോ ഇങ്ങനെ ബോധ്യം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ആ ഒരു തീഷ്ണതയിലാണ് ഫിലിപ്പി 3 എഴുതുന്ന പോലെ 7-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ 10-ാമത്തെ വാക്യം വരെയൊക്കെ. അതുകൊണ്ട് എന്റെ ഒറ്റ ലക്ഷ്യം പൗലോസ്ലിഹ ഇങ്ങനെ പറയാണ്, എനിക്ക് ഈശോയെ നേടണം, ഈശോയോടും കൂടെ ഒന്നായി കാണണം. എന്നെ കാണുന്നവർ ഈശോയെ കാണണം എന്നുള്ള ഏതൊരു ക്രിസ്ത്യാനിയുടെയും ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ബോധ്യം പൗലോസ്ലിഹ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. ഇത് അവനെ നേടാനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടാനും വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് പൗലോസ്ലിഹ പറയാണ്, ബാക്കി എന്തെങ്കിലും ആവട്ടെ, ബാക്കി എല്ലാം ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതുകയാണ്. ഐ ജസ്റ്റ് കൺസിഡർ ഇറ്റ് ആസ് എ വേസ്റ്റ്. ഞാൻ നേടിയെടുത്തത്, എൻ്റെ അഭിമാനം, എൻ്റെ പാരമ്പര്യം, എനിക്ക് അഭിമാനിക്കാനുള്ളത് എന്തും ആവട്ടെ, ഈശോയെ നേടാൻ വേണ്ടി ഈശോയ്ക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട് ബാക്കിയെല്ലാം പോയാലും എനിക്ക് കുഴപ്പമില്ല. എന്തോരം കാര്യങ്ങളാണ് പൗലോസ്ലിഹയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്.